രാവിലെ തന്നെ ബിഗ് ബോസ് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഓരോരുത്തരും എങ്ങനെ കളിക്കും എന്നൊക്കെ ഇവരോട് സംസാരിക്കാനായിട്ട് ഒരു ടാസ്ക് പോലെ കൊടുത്തിരുന്നു. ആ സമയത്ത് അവിടെ നന്ദന വന്ന് നിന്നിട്ട് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ കളിക്കുന്ന സമയത്ത് ജിൻഡോ ചേട്ട കള്ളത്തരമൊന്നും കാണിക്കാതെ കളിച്ചേക്കണം, ജിൻഡോ ചേട്ടൻ ടാസ്കുകളിൽ കള്ളത്തരമൊക്കെ കാണിക്കാറുണ്ട്, പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നതാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ജിൻഡോ അതിനോട് പറയുന്നുണ്ടായിരുന്നു. തിരിച്ച് ജിൻഡോ വന്നിരുന്ന സമയത്ത് നന്ദനയുടെ അടുത്തും പറഞ്ഞു, മോളെ നന്ദനെ, ഞാൻ കള്ളത്തരമൊന്നും എൻ്റെ ടാസ്കുകൾ ചെയ്തതായിട്ട് എനിക്കറിയില്ല, നന്ദന കള്ളത്തരം ചെയ്തതായിട്ട് എനിക്കറിയാം, സോപ്പിന്റെ ടാസ്കിൽ സോപ്പ് ഒളിപ്പിച്ചു വെച്ചത് എനിക്കറിയാം, അതുപോലെ കട്ട ടാസ്കിൽ കട്ടകളിൽ എന്തോ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്, അതെന്നോട് പറഞ്ഞിരുന്നു, 36 എണ്ണം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഇല്ല 33 എണ്ണമുള്ളൂ, മിണ്ടാതിരിക്കെ എന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് ജിൻഡോയ്ക്ക് ഇത് ഭയങ്കര സംശയമായിട്ട് ജിൻഡോ കൊണ്ട് നടക്കാണ്. ഞാൻ എവിടെയാണ് ടാസ്കുകളിൽ കള്ളത്തരം കാണിച്ചത് എന്നാണ് ജിൻഡോയുടെ സംശയം. ജിൻഡോ വന്നിട്ട് അർജുൻ്റെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തും വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് ടാസ്കുകളിൽ കള്ളത്തരം കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറഞ്ഞ എൻ്റെ ഓർമ്മയിലില്ല, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീധുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് പിന്നീട് പറയുന്നുണ്ട്, അവിടെ ആ വെടിയുണ്ടകൾ അത് ഒളിപ്പിച്ച് മാറ്റി വെച്ചില്ലായിരുന്നോ, കാലുകൊണ്ട് തട്ടി മാറ്റിയില്ലായിരുന്നോ ആ ഒരു ഗെയിമിലെ, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട് ശ്രീധു. അതാണെങ്കിലും ഞാൻ പിന്നീട് പറഞ്ഞല്ലോ, ഞാനത് കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടുണ്ട്, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പിന്നീട് സമ്മതിച്ചല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് കള്ളത്തരമാവുന്നത് എന്നുള്ളതാണ് അവിടെ ജിൻഡോയുടെ ചോദ്യം. അതിനുശേഷം ജിൻഡോ വന്നിട്ട് വീണ്ടും നന്ദനയുമായിട്ടും സായിയുമായിട്ടും സിജോയുമായിട്ടും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, അഭിഷേകമായിട്ടും. അവിടെ ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എപ്പോഴാണ് ജിൻഡോ കള്ളത്തരം കാണിച്ചതെന്ന്. അപ്പോൾ നന്ദന പറയുന്നുണ്ട്, നന്ദന അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടില്ല, സോപ്പ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെ അടുത്ത് പറഞ്ഞതാണ്, പിന്നീട് കാണിച്ചു കൊടുത്തതാണ്, ഞാനും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഇവൾ എന്നെ കള്ളത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളുടെ കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു, ഞാൻ അങ്ങനെ കള്ളത്തരങ്ങൾ ടാസ്കുകളിൽ ചെയ്യാറില്ല എന്നുള്ളതാണ് ജിൻഡോ അവിടെ പറയുന്നത്. അപ്പോൾ പിന്നീട് എല്ലാവരും കൂടിയിട്ട് ജിൻഡോനെ കളിയാക്കി അവിടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ജിൻഡോന്റെ ടീമിലായിരുന്ന ആ സമയത്ത് നന്ദന, അപ്പം നന്ദന ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ജിൻഡോ കണ്ടതല്ലേ, എന്നിട്ട് ജിൻഡോ ആ സമയത്ത് നന്ദനയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നോ നന്ദന കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ജിൻഡോന്റെ അടുത്ത്. ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ പേഴ്സണലി ഒരു കള്ളത്തരവും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷേ ഇവിടെ ഞാൻ ചെയ്യാത്ത കാര്യം ഇവൾ എന്നിൽ ആരോപിച്ചത് കൊണ്ടാണ് അവൾ ചെയ്ത കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നത് എന്നാണ് ജിൻഡോ അവിടെ പറയുന്നത്.